തമിഴ്നാട്ടിൽ നിന്നും നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസൻ അടക്കം 6 പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കമൽഹാസന് പുറമെ DMKയിലെ 3 പേരും AIDMKയിലെ 2 പേരുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട 6 പേർക്കും റിട്ടേണിംഗ് ഓഫീസർ B സുബ്രഹ്മണ്യം ജയിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് കൈമാറി. തമിഴ്നാട്ടിൽ DMK നയിക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. P. വിൽസൺ, രാജാത്തി എന്നറിയപ്പെടുന്ന സൽമ, SR ശിവലിംഗം എന്നിവരാണ് DMK ടിക്കറ്റിൽ വിജയിച്ചത്. AIDMK സ്ഥാനാർത്ഥികളായ IS ഇബ്ബുദുരൈ, M. ധനപാൽ എന്നിവരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കോയമ്പത്തൂരിൽ മത്സരിക്കാതിരുന്ന കമൽഹാസൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം നടത്തിയിരുന്നു. കോയമ്പത്തൂരിലെ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിന്റെ ഭാഗമായാണ് 2025 ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസൻ നേതൃത്വം നൽകുന്ന മക്കൾ നീതി മയ്യം പാർട്ടിക്ക് നൽകാൻ ധാരണയായത്. ഫെബ്രുവരിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധിയുടെ സ്റ്റാലിൻ മുന്നണിയുടെ തീരുമാനം കമൽഹാസനെ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ അംഗങ്ങളായ അൻപുമണി രാമദാസ്, M. ഷൺമുഖം, N. ചന്ദ്രശേഖരൻ, M. മുഹമ്മദ് അബ്ദുള്ള, P. വിൽസൺ, വൈക്കോ എന്നിവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിച്ചത്. തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം 234 അംഗങ്ങളാണ് ആകെയുള്ളത്. ഓരോ 2 വർഷം കൂടുമ്പോഴും 6 അംഗങ്ങളുടെ ഒഴിവാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരാറുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ 34 വോട്ടെങ്കിലും വേണം. നിലവിലെ നിയമസഭയിലെ അംഗസംഖ്യപ്രകാരം DMK നയിക്കുന്ന മുന്നണിക്ക് 4 പേരെയും അണ്ണാ DMK നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 2 പേരെയും വിജയിപ്പിക്കാനാകും. സഭയിൽ DMKക്ക് സ്പീക്കറെ ഉൾപ്പെടെ 131 MLAമാരുണ്ട്. സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ 159 പേർ. കോൺഗ്രസിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു.